അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാമി ഹത്താ യുഖാതിലൂകും ഫീഹി ഫഇൻ ഖാതലൂകും ഫഖ്തുലൂഹും كذلك جزاء الكافرين فإن انتهوا فإن الله غفور رحيم وقاتلوهم حتى لا تكون فتنة ويكون الدين لله فإن انتهوا فلا عدوان إلا على الظالمين الشهر الحرام بالشهر الحرام والحرمات قصاص فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. 195 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചത് 190 വരെയാണ്. വഖാതിലൂ ഫീ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. അല്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട്. വലാ തഅ്തദൂ, നിങ്ങൾ അതിര് കവിയരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിഗണന ഉണ്ടാവൂല, സഹായം ഉണ്ടാവൂല, അള്ളാഹു പിന്നെ പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ആണ് നമ്മൾ കഴിഞ്ഞ ആയത്ത് അവസാനിപ്പിച്ചത്. ഇനി ഇതിൽ പക്ഷേ നമ്മൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നാണ്. അള്ളാഹു ഇഹ്സാനുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പം ആരെയാണ് ഇഷ്ടപ്പെടാത്തത്, ആർക്കാണ് പൊരുത്തം കിട്ടാത്തത്? അതിര് കവിയുന്നവർക്കാണ്. ആരെയാണ് ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഇഹ്സാൻ ഉള്ളവർക്കാണ്. പെർഫെക്ഷൻ, നന്മ എന്ന് പൊതുവിൽ പറയും. ആദ്യം നമുക്ക് വാക്കർത്ഥം നോക്കാം. വഖ്തുലൂഹും, നിങ്ങൾ അവരെ വധിക്കുക. ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ അവരെ എവിടെ നിന്നാണോ കാണുന്നത് അവിടെ നിന്ന്. വഅഖ്റജൂഹും, നിങ്ങൾ അവരെ പുറത്താക്കുക. മിൻ ഹൈസു അഖ്റജൂകും, നിങ്ങളെ അവർ പുറത്താക്കിയിടത്തു നിന്ന്. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കുഴപ്പം, ഫിത്ന എന്ന് പറയുന്നത് കൊലയേക്കാൾ കഠിനമാണ്. വലാ തുഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. ഇൻദൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറമിൻ്റെ അടുത്ത് വെച്ച്. ഹത്താ യുഖാതിലൂകും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നത് വരെ. ഫീഹി, അവിടെ വെച്ച്. ഫഇൻ ഖാതലൂകും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഫഖ്തുലൂഹും, നിങ്ങൾ അവരെ വധിച്ചു കളയുക. കദാലിക ജസാഉൽ കാഫിരീൻ, അങ്ങനെയാണ് നിഷേധികളുടെ പ്രതിഫലം.
ഫഇനിൻതഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇനി അവർ വിരമിക്കുകയാണെങ്കിൽ നിശ്ചയമായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. വഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഹത്താ ലാ തകൂന ഫിത്ന, ഫിത്ന ഇല്ലാതാകുന്നത് വരെ, കുഴപ്പം ഇല്ലാതാകുന്നത് വരെ. വയകൂന ദീനു ലില്ലാഹ്, ദീൻ അള്ളാഹുവിന് ആയിത്തീരുകയും ചെയ്യുന്നത് വരെ. ഫഇനിൻതഹൂ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, എന്നാൽ അവർ വിരമിച്ചാലോ അക്രമികളോടല്ലാതെ ഒരുവിധ കയ്യേറ്റവും പാടില്ല. അശ്ശഹ്റുൽ ഹറാം, ആദരണീയമായ മാസം. ബിശ്ശഹ്റിൽ ഹറാം, അതിന് പകരം ആദരണീയമായ മാസം. വൽ ഹുറുമാത്ത്, ആദരണീയ കാര്യങ്ങൾക്ക് ഖിസാസ്, പ്രതിക്രിയയുണ്ട്. ഫമൻ ഇഅ്തദാ, ആരെങ്കിലും അക്രമം കാണിച്ചാൽ അലൈക്കും, നിങ്ങൾക്കെതിരെ. ഫഅ്തദൂ, നിങ്ങൾ അവരെയും ആക്രമിക്കുക. അലൈഹി, അതിനു പകരം. ബിമിസ്ലി, തുല്യമായതുകൊണ്ട്. മഅ്തദാ അലൈക്കും, നിങ്ങളോട് അതിക്രമം കാണിച്ചതിന് തുല്യമായതുകൊണ്ട്. വത്തഖുല്ലാഹ്, അല്ലാഹുവിനോട് തഖ്വ കാണിക്കുക. വഅലമൂ, അറിയുക. അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്. വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ. വലാ തുൽഖൂ, നിങ്ങൾ ഇടരുത്. ബി ഐദീക്കും, നിങ്ങളുടെ കൈകൾ. ഇലത്തഹ്ലുക, നാശത്തിൽ. വഅഹ്സിനൂ, നിങ്ങൾ ഇഹ്സാനുള്ളവരാവുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇഹ്സാനുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ആണ് വാക്കർത്ഥം. നമ്മുടെ പൊതുസമൂഹത്തിലേറെ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി നാസ്തികരും അല്ലാത്തവരൊക്കെ ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുന്ന ചില സൂക്തങ്ങളാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതമാണ്, അനുഷ്ഠാനമാണ്, ആരാധനാകർമ്മങ്ങൾ അതിലുണ്ട്. എന്നതുപോലെ തന്നെ ഇസ്ലാം ഒരു രാഷ്ട്രമാണ്, അതിൽ ഭരണ സംവിധാനമുണ്ട്, അതിൽ പ്രതിരോധമുണ്ട്, അതിൽ യുദ്ധമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമഗ്രമായ ഒരു ജീവിത വ്യവസ്ഥയുടെ പേരാണ് ഇസ്ലാം. അപ്പം അതിലുള്ള ഓരോ നിയമവും അതാത് സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ളതാണ്. അപ്പം മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരമുണ്ട് ഇസ്ലാമിൽ. അത് കർക്കിടക മാസത്തിൽ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ആരും നിസ്കരിക്കലില്ല, കാരണം അതിൻ്റെ സമയം അതല്ല എന്നതാണ്. ഗ്രഹണ നിസ്കാരമുണ്ട്. നമുക്കാവതുള്ളപ്പോൾ പോയിട്ട് ഗ്രഹണ നിസ്കാരം നടത്താൻ പറ്റൂല, അത് ഗ്രഹണം ബാധിക്കുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഒരു നിയമം അതിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ സാഹചര്യമോ സന്ദർഭമോ ഒന്നും പരിഗണിക്കാതെ അതെടുത്ത് പ്രയോഗിക്കുക എന്നതല്ല. അപ്പോൾ നീണ്ട 13 വർഷക്കാലം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളും പീഡനങ്ങളും സഹിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലൊന്നും അല്ലാഹു തആല യുദ്ധം ചെയ്യാനോ ആക്രമികളെ തിരിച്ചക്രമിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവിടെ അവര് ആരായിരുന്നില്ല, ഒരു ഭരണകൂടമായിരുന്നില്ല. അപ്പൊ അവരോട് അള്ളാഹു പറഞ്ഞത് കുഫു ഐദീക്കും, നിങ്ങൾ നിങ്ങളുടെ കൈകൾ അടക്കി വെക്കുക എന്നാണ്. അപ്പൊ പ്രതികാരം ചെയ്യുക, അതേപോലെ തന്നെ ആളുകളെ ഉന്മൂലനം ചെയ്യുക, ഇതൊന്നും ഇസ്ലാമിന്റെ ശൈലിയോ രീതിയോ അല്ല. ആയിരുന്നെങ്കിൽ ആദ്യത്തെ 13 കൊല്ലാണ് ഏറ്റവും കൂടുതൽ അക്രമം സഹിച്ചത്. അപ്പോഴൊന്നും തിരിച്ചൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇസ്ലാം ഒരു ഭരണ സ്ഥാപനം ഉണ്ടാക്കി, ഭരണകൂടം ഉണ്ടാക്കി, അതിന് ഭരണാധികാരി ഉണ്ടായി. അപ്പോൾ രാജ്യത്തെ പൗരന്മാരുടെ സ്വത്തും അവരുടെ ജീവനും അവരുടെ അഭിമാനവും സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഭരണാധികാരികൾക്ക് സ്വാഭാവികമായും വന്നു ചേരുമ്പോഴാണ് പിന്നെ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അനിവാര്യ സന്ദർഭങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ പോലും അള്ളാഹു പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ്. ഇനി അവിടെ യുദ്ധം ചെയ്യുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ യുദ്ധം എത്രത്തോളം പോകാം, എവിടെ എത്താം, എന്തെല്ലാം ചെയ്യാം എന്നത് പ്രത്യേകം പറഞ്ഞിട്ട് വേണം. ഇപ്പോൾ സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ റോഡൊക്കെ ഉപരോധിക്കുന്ന സമരം, പൊതുസ്ഥാപനങ്ങൾ ഉപരോധിക്കുന്ന സമരമൊക്കെ ഉണ്ടാകുമ്പോൾ
അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടും പോലീസ്. അതൊരു ആവശ്യപ്പെടലാണ്. അതിൻ്റെ ലീഡേഴ്സിനൊക്കെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കണം, റോഡ് ബ്ലോക്ക് ആകുന്നുണ്ട്, അല്ലെങ്കിൽ കലക്ടറേറ്റ് സ്തംഭിച്ചിരിക്കുകയാണ്, തടസ്സം ഉണ്ടാവും, നിങ്ങൾ പോകണം, ലോ ആൻഡ് ഓർഡർ പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, അതുകൊണ്ട് നിങ്ങൾ ഒഴിവായി തരണം എന്ന് നല്ലവർക്ക് പറയും. അത് ഒരു ഘട്ടമാണ്. എന്നിട്ടും കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങും. ആ അടുത്ത ഘട്ടം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ലാത്തി ചാർജൊക്കെയാണ്. ലാത്തി ചാർജ് ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല ശരിക്കും. അത് ആളുകളെ പിരിച്ചുവിടാനാണ്. അവിടുന്ന് തടസ്സം നീക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അത് ചില ഉദ്യോഗസ്ഥന്മാർ അവരുടെ അധികാരത്തെ ദുരുപയോഗപ്പെടുത്തിയിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ നോട്ട് ചെയ്തിട്ട് അടിച്ച് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യലാണ്. അങ്ങനെ ചെയ്യുന്നുള്ളത് ഇപ്പോൾ വളരെ കൂടുതൽ വ്യക്തമായി മനസ്സിലായി. അപ്പോൾ അത് സംഭവിക്കും. അതിനുശേഷവും ചിലപ്പോൾ ജലബീരങ്കി പോലുള്ള നമ്മളുടെ പരിപാടികളൊക്കെ ഉണ്ട് നാട്ടിലുള്ള, വെള്ളം അടിച്ച് ആളുകളെ പിരിച്ചുവിടുക, അങ്ങനെയൊക്കെ. ഇങ്ങനെ ഇതിൻ്റെ ഓരോ ഘട്ടത്തിൽ ആക്രമണം അങ്ങോട്ട് ശക്തിപ്പെടുകയോ ഒരു നിലക്കും സംഗതികൾ മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് വെടിവെപ്പിലേക്ക് വരിക, അല്ലേ? ആദ്യം ആകാശത്തേക്ക് വെടിവെക്കും. അതിനാ കാക്കനെ കൊല്ലാനല്ല, ഒരു മുന്നറിയിപ്പാണ്, പിരിഞ്ഞു പോയിക്കൊള്ളണം, ഇല്ലെങ്കിൽ അടുത്തത് എന്ന നിലക്കാണ്. പിന്നെയാണ് നേർക്ക് നേരെയുള്ള വെടിവെപ്പ് ഉണ്ടാവുക. ഈ ഓർഡറൊക്കെ തെറ്റിച്ചിട്ട് ആളെ വെടിവെച്ച് കൊന്ന സംഭവങ്ങൾ കേരളത്തിൽ വരെ ഉണ്ടായിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തും. അതായിരുന്നു പാലക്കാട് സിറാജുൻ നിസ കൊല എന്ന് പറയുന്നത്. അത് വേറൊരു വലിയ സംഭവമാണ്. ഞാൻ ആ പ്രദേശത്ത് പോയിട്ടുണ്ട്. പുതുപ്പള്ളി തെരുവ്, ആങ്ങളുണ്ട്, സജീവമായ ജനസേവന പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ചില അതൊക്കെ വ്യതിചലനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിയമം നടപ്പിലാക്കുന്നിടത്ത് വരുന്നത്. എന്തായാലും ഇങ്ങനെ വെടിവെപ്പിന്റെ മുമ്പ് ഒരു സ്പെഷ്യൽ ഓർഡർ വാങ്ങണം. അല്ലാണ്ട് അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല അത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് പോയത്? ജനങ്ങളെ, ആ സമരത്തെ, അല്ലെങ്കിൽ അവിടെയുള്ള തടസ്സത്തെ, അല്ലെങ്കിൽ അവിടെയുള്ള കലാപത്തെ നീക്കം ചെയ്യാനാണ്, ഒതുക്കാനാണ്. നിങ്ങളെ കയ്യിൽ തോക്കുണ്ട്, പക്ഷെ ആ തോക്ക് ഉപയോഗിക്കൂല. ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? ഓർഡർ വരണം. അപ്പൊ ഇവിടെ അള്ളാഹു യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ ഭരണകൂടത്തോട് യുദ്ധം ചെയ്തോളൂ എന്ന് അനുവദിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടതില്ല? ഒരു രാജ്യം എന്നുള്ള നിലയിൽ നിങ്ങളുടെ രാജ്യത്തെ പൗരന്മാരുടെ സ്വത്തും അവരുടെ ജീവനും അവരുടെ അഭിമാനവും ഒക്കെ സംരക്ഷിക്കണം. അപ്പൊ അതിന്റെ ഭരണകൂടത്തിന്റെ ഒരു ബാധ്യതയാണ് അത് എന്നുള്ള നിലക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങളും യുദ്ധം ചെയ്തോളൂ. അപ്പൊ അവരെ തുരത്തി ഓടിക്കുകയും പിരിച്ചുവിടുകയും പിന്മാറാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും മാത്രമാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അല്ല. വഖ്തുലൂഹും, നിങ്ങൾ അവരെ വധിച്ചേക്കുക. ഹൈസു സഖിഫ്തുമൂഹും, കണ്ടെടുത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ഒരു രീതി അനുസരിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് സൈന്യം മുഖാമുഖം നിൽക്കുന്നു. എന്നിട്ട് ആദ്യം ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോകും, അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് അവർ രണ്ടാളും, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ്. അങ്ങനെയുള്ള ഒരു ബോംബ് വർഷിക്കുന്ന ഒരു സംവിധാനം അല്ലല്ലോ. അപ്പോൾ അങ്ങനെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ നിങ്ങളെ ആക്രമിക്കാനും വെട്ടാനും വരുന്നവരോട് മാത്രമേ വെട്ടാവൂ എന്നില്ല. ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് നേരെ വന്ന മുഴുവൻ ആളുകളും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരാണ്. അവർ നിങ്ങൾ കണ്ടയിടത്ത് വെച്ചെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളോട് വാളുകൊണ്ടോ കുന്തം കൊണ്ടോ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അല്ല, ഇനി അടുത്ത നിമിഷം ആക്രമിക്കാൻ ഇരിക്കുകയാണെങ്കിലും അവരെവിടെയെങ്കിലും പതിഞ്ഞ് ഒളിച്ചിരിക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരെ വധിക്കാവുന്നതാണ്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ വധിക്കുക എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വധിച്ചതിന് തുല്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമിഅ. ലോകത്തുള്ള സകലരെയും വധിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ എന്നല്ല, അസാധാരണ നിലയിൽ തന്നെ ആലോചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആണ് ഇത് പ്രത്യേകം പറയേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ പറയേണ്ടി വരില്ല. അറബികളോട് പ്രത്യേകിച്ചും പറയേണ്ടി വരില്ല. അന്നത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലും ഉടവാളുണ്ടാകും, എല്ലാവരും യുദ്ധസന്നദ്ധരായിട്ട് എപ്പോഴും നടക്കുക. അപ്പൊ അവരോട് നിങ്ങൾ ഒരാളെ കൊന്നോളൂ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ കൊന്നോളൂ എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൊല ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്.
അതുകൊണ്ടാണ് കൊന്നോളൂ എന്ന് പറയേണ്ടി വരുന്നത്. അതുമാത്രമല്ല, ഇനി അവർ കൊല്ലാൻ ഒരുങ്ങിക്കഴിഞ്ഞാലും, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാലും അവര് യുദ്ധത്തിൽ ഇങ്ങോട്ട് വന്നവരോട് അങ്ങോട്ട് ചെയ്തോളാനാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവിടെ ശത്രുക്കളുടെ നിരയിൽ ആരെങ്കിലും ഇങ്ങോട്ട് വെട്ടാതെ ഒരാൾ കാത്തുക്കുകയാണെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഹൈസ് സഖിത്തുമൂഹും എന്ന് പറയുന്നത്. നിങ്ങൾ അവരെ കണ്ടെടുത്ത് വെച്ചു, അതായത് അവർ പതിഞ്ഞിരിക്കുകയായിരിക്കാം, അവര് മറ്റൊരു തന്ത്രത്തിലേക്ക് നീങ്ങുകയായിരിക്കാം, അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ അവരെ വധിച്ചോളൂ. വഅഖ്രിജൂഹും, നിങ്ങൾ അവരെ പുറത്താക്കണം. മിൻ ഹൈസു അഖ്റജൂക്കും, നിങ്ങളെ പുറത്താക്കിയിടത്തു നിന്ന്. ഇനി പറയുന്നത് വലിയൊരു തത്വമാണ്. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഈ കൊല എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? ഒരു വല്ലാത്ത കൊലപാതകം എന്നല്ലേ നമ്മൾ പറയാം. ശരിയാണത്, കൊലപാതകം തന്നെയാണ്. കൊല ആര് ചെയ്താലും കൊല തന്നെയാണ്. അതേസമയത്ത് ഒരു ഭരണകൂടം നടത്തുന്ന ഈ പറഞ്ഞ യുദ്ധം, അവിടെ കൊലയല്ലാതെ പിന്നെ വേറെ മാർഗമല്ല. യുദ്ധത്തിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, ആൾക്കാർ ഉത്ബോധന പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല, അവിടെ യുദ്ധമാണ്. അപ്പോൾ കൊല എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ടതാണ്, വലിയതാണ്. എന്നാൽ അശദ്ദു വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഫിത്ന എന്ന് പറയുന്നത് കൊലയേക്കാൾ അപാരമാണ്, കൊലയേക്കാൾ കഠിനതരമാണ് ഫിത്ന എന്ന് പറയുന്നത്. ഫിത്ന ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഈ കൊലക്കുറ്റ വധശിക്ഷ വിരുദ്ധ മുന്നണിയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. വധശിക്ഷക്കെതിരെയുള്ള സംഘടനകളൊക്കെ ഉണ്ട്. അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വധശിക്ഷയാണ് നമ്മുടെ രാജ്യത്തും. തൂക്കിക്കൊല്ലുക, ഈ തൂക്കിക്കൊല്ലൽ നിരോധിക്കണം എന്ന് പറയുന്ന സംഘടനകളുണ്ട്. അവരുടെ ഒരു ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അപരിഷ്കൃതമായ ഒരു കാലത്ത്, ഏതോ കാലത്ത് നടന്നൊരു സംഗതിയല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ അയാൾ 4 ആളെ 10 ആളെ 20 ആളെ കൊന്നിട്ടുണ്ടാവും. അപ്പോഴും ഇവര് പറയണത് ആ കൊലപാതകിയുടെ മനുഷ്യാവകാശത്തെ കുറിച്ചാണ്. അയാൾ കൊല്ലുക അതെങ്ങനെ എന്നതാണ്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വധശിക്ഷ നിരോധിക്കണം എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ കൂടാൻ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കേസുകൾ സത്യസന്ധമല്ല എന്നതുകൊണ്ടാണ്, സമർപ്പിക്കുന്ന കുറ്റപത്രങ്ങൾ സത്യസന്ധമല്ല എന്നതുകൊണ്ടാണ്, അന്വേഷണത്തിൻ്റെ രീതി പലപ്പോഴും സംശയിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. മാത്രമല്ല, പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ പോലും വധശിക്ഷ നടപ്പിലാക്കുന്ന ഒരു രാജ്യമാണെന്നുള്ളത് കൊണ്ട് ഒരു വധശിക്ഷാ വിരുദ്ധ മുന്നണി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് സഹകരിക്കാനാണ് എനിക്ക് തോന്നുക പേഴ്സണലി. അതിൻ്റെ കാരണവും ന്യായവും ഇതാണ്. എന്നാൽ വധശിക്ഷ എന്ന് പറയുന്നത് അപരിഷ്കൃതമാണോ? അല്ല. നമ്മുടെ ഈ സാഹചര്യത്തിൽ അത് ഒഴിവാക്കൽ തന്നെയാണ് നല്ലത്. കാരണം നിരപരാധികൾ വധിക്കപ്പെട്ടിട്ടുണ്ട്, വധിക്കപ്പെടുന്നുണ്ട് എന്നതുകൊണ്ടൊക്കെയാണ്. അതേസമയത്ത് നീതിപൂർവം ഭരിക്കുന്ന നീതിമാന്മാരായ ഭരണകൂടവും നീതിപൂർവം ഭരിക്കുന്ന ഒരു സംവിധാനവും ഉള്ളിടത്ത് വധശിക്ഷ അപരിഷ്കൃതം അല്ല. എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ വലിയ കലാപങ്ങൾ ഉണ്ടാക്കുന്നു, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ആ കുഴപ്പങ്ങൾ നടന്നോട്ടെ, പാവമാണ് അയാളെ കൊല്ലല് എന്ന് പറയാൻ പാടില്ല. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ മാരകമാണെന്ത്? അയാൾ ഉണ്ടാക്കുന്ന ഫിത്ന. അപ്പൊ ഒരു രാജ്യത്തെ മനുഷ്യന്മാരുടെ സമാധാന സ്വൈര്യ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുക, ഒരു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, ഒരു സമൂഹത്തിന് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുക എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഫിത്നകളുണ്ട്. ചെറിയ നമ്മൾ പറയുന്ന ഫിത്ന ഉണ്ട്. നമ്മൾ പറയുന്ന പിത്തന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താണത്? നമ്മള് നല്ല കേട്ടോ, നമ്മളല്ല, ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന സംഗതി. അപ്പോ ഓല നാത്തുമാർ തമ്മിൽ ഒന്നിങ്ങനെ അല്ലെങ്കിൽ അമ്മായിമ്മനെ മരകളൊന്ന് അങ്ങനത്തെ പിത്തനുണ്ട്. അല്ലെങ്കിൽ 2 കച്ചവടക്കാരുണ്ടെങ്കിൽ ആ കച്ചവടക്കാർക്കിടയിൽ എന്തോ ഒന്ന് ചെറുതായി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പിത്തനുണ്ട്. നമ്മൾ പിത്തന എന്ന മലയാളത്തിൽ പറയാം, ഫിത്നയാണ്.
അത്ര നിസ്സാരമല്ലാത്ത കൊടും ഫിത്നകളുണ്ട്. ആ ഫിത്നയിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ പിന്നെ നമ്മുടെ തലമുറകൾക്ക് ഭക്ഷിക്കാനുള്ള കൃഷിസ്ഥലങ്ങൾ അവിടെ വിഷം കലർത്തുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. വലിയ കൊടും ഫിത്നകൾ നടത്തുന്ന ആൾക്കാർ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പേജറിൻ്റെ അകത്ത് പിന്നെ 3 ഗ്രാം വെടിമരുന്ന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആൾ അതിൻ്റെ അകത്ത് വെടിമരുന്ന് നിക്ഷേപിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഈ മാനുഫാക്ചറിങ് കമ്പനിക്ക് അറിയാലോ ഇത് ആളെ കൊല്ലാനുള്ള സാധനമാണ്. പക്ഷെ ആയുധമല്ല. ഒരു മനുഷ്യന് നമ്മൾ മൊബൈൽ പോലെ നമ്മുടെ നാട്ടിൽ മൊബൈലിന് മുമ്പേ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് പേജർ. പുതിയ ആൾക്കാർക്ക് അതറിയില്ല. അവർ പേജർ ഉപയോഗിക്കുന്നത് അവരുടെ രാജ്യത്തെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഹാക്ക് ചെയ്യാൻ കുറെ കൂടി സാധ്യത കുറവായ ഒരു സാധനം എന്നുള്ള ആൾക്കാണ് ആ ഡിവൈസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് വെടിമരുന്ന് വെച്ചിട്ട് സോഫ്റ്റ്വെയർ കണക്കാക്കിയിട്ട് ഒറ്റ ക്ലിക്കിന് അത്ര ആളുകളെ കൊന്നുകളയാ. ഇതൊരു ഫിത്നയാണ്. ഇങ്ങനെ കൊല്ലുന്ന ഒരു മനുഷ്യന്റെ മനുഷ്യാവകാശത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നത് മഹാ അബദ്ധമാണ്. ഇങ്ങനെ പറയുന്ന ഒരാൾ എന്നിട്ട് അയാളെ വിചാരണ ചെയ്ത് അയാളെ വധശിക്ഷ കൊടുക്കാൻ നേരത്തെ അല്ലോ അയാളെ മക്കൾ അനാഥരാവൂലേ, അയാളുടെ ഭാര്യ വിധവയാവൂലേ എന്ന് ചോദിക്കരുത്. കാരണം വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ആ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ വധിക്കുക എന്നതിനേക്കാൾ വലിയ പ്രശ്നമാണെന്ത് ഫിത്ന ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, ഈ ഒരു രാഷ്ട്രത്തിന് നേരെ ഇവർ ഫിത്ന ഉണ്ടാക്കുകയാണ്. സമാധാനത്തോടെ സ്വൈര്യത്തോടെ ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. വളരെ എന്താ പറയാ, എല്ലാ അർത്ഥത്തിലും നമ്മൾ ആധുനിക ജനാധിപത്യത്തെക്കാൾ മികവുറ്റ ഒരു ഭരണരീതി അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവിടേക്ക് പോയിട്ട് അവരെ ആക്രമിക്കുക, അവരുടെ യാത്രാ സംഘങ്ങളെ പിടിച്ചു നോക്കുക, അവര് ഹജ്ജിനോ ഉംറക്കോ വരുമ്പോ അവരെ കൈകാര്യം ചെയ്യുക, കൊല്ലുക എന്നൊക്കെ പറയുന്ന ഫിത്നയുണ്ടല്ലോ, അത് ഈ കൊലയേക്കാൾ എന്താണ് ഭീകരമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം പറയുമ്പോൾ ആകപ്പാടെ കൊല ഒരു വലിയ പ്രശ്നമല്ലേ എന്നൊന്നും വിചാരിക്കേണ്ട. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഫിത്ന എന്ന് പറയുന്നത് കൊലയേക്കാൾ ഭീകരമാണ്. യെസ്. അപ്പോ ഇതൊരു തത്വമാണ്. ഇതിപ്പോ ഒരു യുദ്ധത്തിന്റെ നിയമത്തിന്റെ ഇടയിലാണ് പറഞ്ഞതെങ്കിലും ഇത് നമ്മൾക്ക് എന്താണ് കൊണ്ടു നടക്കാവുന്ന ഒരു തത്വമാണ്. അതെ. ആ എന്നാണല്ലോ പറയാം. മാഷ് പറഞ്ഞെന്ന് വെച്ചാൽ ഒരാളെ ശിക്ഷിക്കുന്നത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്, നിർമ്മാർജ്ജനം ചെയ്യാനല്ല എന്നാണ്. ശരിയാണ്. ഒരു വ്യക്തി മാത്രമായിരുന്നെങ്കിൽ അവർ പറയുന്നത് ശരിയാണ്. ഇവിടെ എന്താണ് കാര്യം? ഒരു സമൂഹത്തെ മുഴുവൻ ശുദ്ധീകരിക്കുകയാണ് അയാളെ വധിച്ചുകൊണ്ട്. മറ്റേതെന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്നതാണ്. ഒരു വ്യക്തിയാണോ ഒരു സമൂഹമാണോ എന്നതാണ് പ്രശ്നം. ഒരു സമൂഹത്തെ മൊത്തത്തിൽ തകർത്ത് കളയുന്ന, അതിൽ ദോഷമുണ്ടാക്കുന്ന, ഒരു വലിയ ഫിത്ന നിർവഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ വധിക്കുക എന്ന് പറയുന്നത് മൊത്തം സമൂഹത്തെ ശുദ്ധീകരിക്കാൻ. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഖിസാസിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട് എന്ന്, പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ജീവിതം? നമ്മൾ പഠിച്ചില്ലേ? ഖിസാസിൽ ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് നിങ്ങൾക്ക് ജീവിതമുണ്ടാകാനാണ്. എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? നിങ്ങളെ മൊത്തം ജീവിതത്തെ തകർക്കും. അപ്പൊ നിങ്ങളുടെ മൊത്തം ജീവിതത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത്. അതല്ലാതെ നാശ പ്രവർത്തനമല്ല, എന്താ പറയാ, ഉന്മൂലനമല്ല, ഒന്നുമല്ല. ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അത് അനിവാര്യമാണ്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കൊല്ലപ്പെട്ട ആൾക്ക് ഒരു പക്ഷേ പിന്നെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നരകത്ത് പോകേണ്ടിയൊന്നും വരൂല. അങ്ങനല്ലോ, ഒരാള് വലിയ കുറ്റമൊക്കെ ചെയ്തു, കഠിനമായ സംഗതികളൊക്കെ ചെയ്തു, ഒരു സമൂഹത്തെ മൊത്തം ബോംബ് വെച്ച് തകർത്തു, എല്ലാം ചെയ്തു. അയാൾ തൗബ ചെയ്തു, പിന്നീടാണ് അയാൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്, തൗബ ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു തആല അയാൾക്ക് പരലോകത്തൊന്നും ശിക്ഷ ഒന്നും കൊടുക്കൂല. പക്ഷേ ഇസ്ലാമിക ഗവൺമെന്റ് അയാൾ ഇവിടുന്ന് കൊല്ലും. കാരണം അയാൾക്ക് തൗബയും കിട്ടി, അയാൾക്ക് എല്ലാം പുറത്തു കൊടുത്താൽ പിന്നെ അയാൾ നേരെ സ്വർഗത്ത് പോയിക്കോട്ടെ. ഇവിടെ എന്താക്കണ്ട, ഈ സമൂഹത്തിൽ അയാൾ ഇനിയും ഫിത്ന ഉണ്ടാക്കണ്ട.
ഇതാണ്. മാത്രമല്ല അങ്ങനെയുള്ള ശിക്ഷ നടപ്പിലാക്കുമ്പോൾ മറ്റുള്ളവർക്കും അതിലെന്തുണ്ട്, ഒരു പാഠമുണ്ട്. മറ്റേതിപ്പോ ഇവിടുത്തെ സ്ഥിതി എന്താന്ന് വെച്ചാല് എന്ത് ചെയ്താലും അവസാനം എന്താണ്, ഒരു 12 കൊല്ലം അവിടെ കിടന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് പോരാ. ചില ആളുകൾ പറയുമ്പോൾ തന്നെ അത് പറയും, ഭീഷണിപ്പെടുത്തുന്നവനെ, എടാ ഒരു 12 കൊല്ലം ഉള്ളിൽ കിടക്കാൻ ഞാനങ്ങ് തീരുമാനിക്കും എന്നാ പറയാ. ഒരു 12 കൊല്ലം ഉള്ളിൽ കിടക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചാൽ എനിക്ക് നിന്നെ കൊല്ലാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ കൊല്ലുന്നു, നേരെ സ്റ്റേഷനിൽ പോയി ഹാജരാകുന്നു, ഞാനാ കൊന്നതെന്ന് പറയുന്നു. കോടതി ചോദിക്കുന്ന സമയത്ത് അതെ ഞാനാണ് കൊന്നത്, ഇന്ന ആവശ്യങ്ങൾക്കാണ് കൊന്നത് എന്ന് പറയുന്നു. അപ്പൊ അയാളെ വധശിക്ഷ ഇല്ലല്ലോ. അപ്പൊ പിന്നെന്താണ്, ജീവപര്യന്തം. ജീവപര്യന്തം നമ്മൾ കേട്ടാ വിചാരിക്കാം മരണം വരെ എന്നാണ്. അല്ല, 14 കൊല്ലം കൊണ്ട് മൂപ്പര് സുഖമായിട്ട് പുതിയ തുണിക്കുപ്പായൊക്കെ മാറ്റി ഇങ്ങോട്ട് പോയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇളവ് കിട്ടിയാലോ സ്വാതന്ത്ര്യദിനത്തിൽ നറുക്കെടുത്താലോ അയാൾക്ക് ഇങ്ങോട്ട് പോരാ. പിന്നെ അതോടൊപ്പം അയാൾക്ക് അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് അയാൾക്ക് ചെറിയ എന്തെങ്കിലും പൈസ അല്ല എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്യാം. ചില ആൾക്കാർ ജയിലിൽ നിന്ന് തന്നെ അഡ്വക്കേറ്റായിട്ട് തിരിച്ചു വരും, വക്കീൽ പരീക്ഷ എഴുതും, അങ്ങനെ പല പരിപാടികളും. അപ്പൊ 12 കൊല്ലം ഹാപ്പിയായി. ഇനി ഏതെങ്കിലും ഒരു ഫേമിന് വേണ്ടി, ഒരു കമ്പനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് അയാളുടെ കുടുംബത്തെ മൊത്തം പോലെ ഏറ്റെടുക്കും. ഇയാൾക്കും എന്താണ്, എല്ലാ വിധത്തിലുള്ള പെൻഷനും സംഗതിയും സംവിധാനമൊക്കെ ഉണ്ടാവും. എന്ത് സുഖമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക, ഈ കുറ്റവാളികൾ വർദ്ധിക്കുകയും അതൊരു സമൂഹത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുത്തുകയും സുരക്ഷിതത്വം ഇല്ലാതാവുകയും ആർക്കും ആരെയും എന്തും ചെയ്യാം എന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും എന്നതാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ് ആ അർത്ഥത്തിൽ തന്നെ ഉണ്ടാകണം. നിയമപാലകർ തന്നെ ലഹരി വാങ്ങാൻ വേണ്ടിയിട്ട് കച്ചവടം നടത്തുക അല്ലേ, പിന്നെ ഇവിടുന്ന് ഇവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അവരോട് ഇവർ പിടിക്കണ്ടെന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊക്കെ സത്യമാണെങ്കിൽ എവിടെയൊക്കെ നമ്മളെ നാട് പോണത്. അപ്പൊ എയർപോർട്ടിൽ പിന്നെ കസ്റ്റംസുമായിട്ട് ഇവർ ധാരണയിലെത്തുക, നിങ്ങൾ പിടിക്കണ്ടെന്ന്. അപ്പൊ സ്കാനിങ്ങിൽ കണ്ടാലും ഒരു പിടിക്കൂല. എന്നിട്ട് നേരെ കൊണ്ടോട്ടി റോട്ടുമ്പിലെത്തുമ്പോൾ ഇവർ പിടിക്കുക. എന്നിട്ട് 24 കിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 4 കിലോ നിയമപരമായിട്ട് പിടിച്ചതായിട്ട് 20 കിലോ മൂപ്പര് വേറെ സ്ഥലത്ത് കൊണ്ടു. എന്താ ഇപ്പോൾ നടക്കുന്നത്? ഇനി അതൊക്കെ നടക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇതെല്ലാം വെളിവായാലും ഇതൊക്കെ ആരെങ്കിലും തെളിവോടെ പറഞ്ഞാലും അയാൾക്ക് എന്തില്ല, ഇതിൽ നിന്നൊക്കെ ഊരി വരാൻ കഴിയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതാളാണ് നിയമവാഴ്ചയെ അംഗീകരിക്കുക? അംഗീകരിക്കൂല. ആരാണ് നിയമവാഴ്ചക്ക് കാത്തിരിക്കൂല. അപ്പൊ എല്ലാവരും കുറ്റവാളികളാവും. എല്ലാവരും വേണ്ട, 1% സമൂഹത്തിൽ കുറ്റവാളികളായി കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലയേക്കാൾ ഭീകരമാണ് എന്ത്, ഫിത്ന എന്ന് പറയുന്നത്. വലാ തുഖാതിലുഹും, ഇനിയും നിയമം മാറി കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. ഇൻദ അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ അടുത്തുനിന്ന്. അതായത് ഹറമിന്റെ അടുത്തുനിന്ന് നിങ്ങളൊരു ശത്രുവിനെ കണ്ടു എന്നിരിക്കട്ടെ, നിങ്ങളുമായിട്ട് ശത്രുതയിലുള്ള ഒരുത്തനെയോ അല്ലെങ്കിൽ ഒരു സംഘത്തെയോ കണ്ടു എന്നിരിക്കട്ടെ, നിങ്ങൾ അവരോട് എന്ത് ചെയ്യാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. അതെന്തിനാണ്? അത് ഹറമിന്റെ വിശുദ്ധി എന്ന നിലക്കാണ്. ഹത്താ യുഖാതിലുക്കും ഫീ, എന്നാൽ അവർക്ക് അങ്ങനെ ഒരു പരിശുദ്ധി ഒന്നുമില്ല. അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇത് ഹറമാണ്, എന്നാ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് കൊള്ളാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? അപ്പോ ഒരു സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമായ എല്ലാ നിയമങ്ങളും അള്ളാഹു തന്നെ തരികയാണ്. നിങ്ങൾ വിശുദ്ധമായി കാണുന്ന, പവിത്രമായി കാണുന്ന ഹറം, ആ പവിത്രത അവര് കാണുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങൾ പോലും. അപ്പൊ ഞങ്ങളിങ്ങനെ പിന്നെ ഹറമിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന നിലക്ക് കൊണ്ട് പോരരുത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരോട് യുദ്ധം ചെയ്യാം. ഫഇൻ ഖാതലൂക്കും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഫഖ്തുലൂഹും, നിങ്ങൾ അവരെ വധിച്ചോളൂ. അപ്പൊ ഹറമാണോ എന്നൊന്നും പിന്നെ നിങ്ങൾ നോക്കേണ്ടതില്ല, കാരണം യുദ്ധമാണ്. ഹറമിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഹറമില് ചില ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഹറമിൽ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പറയണത് എന്താന്ന് വെച്ചാൽ, ഹറമിൽ ആണെങ്കിൽ പോലും അപ്പൊ ഇവര് ഹജ്ജിനും ഉംറക്കൊക്കെ പോണതായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ സംഗതി, ഈ ആയത്തുകൾ അതിലാണല്ലോ, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ ഇതിലേക്ക് വന്നത്. അപ്പൊ ആളുകള് ഹജ്ജിന് പോവാണ്, ആ അവസരം നോക്കിയിട്ട് ഇവരെന്ത് ചെയ്യാ, ഹറമിലെത്തുമ്പോ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട. അപ്പോ ഹറമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്
നിങ്ങളിങ്ങോട്ട് വിശ്വാസികൾ അത് ചെയ്യും ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ. കാരണം വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ജീവനേക്കാൾ അവരുടെ മറ്റെന്തിനേക്കാളും അള്ളാന്റെ പൊരുത്താണ് പ്രധാനം. അപ്പൊ ഹറമിൽ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യൂല. അപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് കൊല്ലാൻ വന്നാല് അങ്ങ് മരിക്കാന്നല്ലാതെ അവർ തിരിച്ചു ചെയ്യൂല. കാരണം എന്താണ്? 13 കൊല്ലം അവരത് പാലിച്ചിട്ടുണ്ട്. സുമയ്യ റളിയല്ലാഹു അൻഹയെ കുന്തം കയറ്റി, ഗുഹ്യസ്ഥാനത്ത് കുന്തം കയറ്റി കൊന്നു കളഞ്ഞതാണ് അബൂജഹൽ. അവര് കൈയടക്കി വെച്ചിട്ടുണ്ട്. അവർ പ്രതികാരം ചെയ്തിട്ട്. ആരാണ്? നമ്മളെപ്പോലുള്ള ആൾക്കാരല്ല, നമ്മൾ മനസ്സിലാക്കണം. അറബികളാണ് അവര്. ഒരു സംഗതി ഉണ്ടെങ്കിൽ കൊണ്ടുപോരൊന്നുമില്ല. ഓലവിടെ മരിച്ചാലും അതിന് പ്രതികാരം ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇസ്ലാം സ്വീകരിച്ചപ്പോ ഒരു പ്രതികാരവും ചെയ്യാതെ കൈ അടക്കി പിടിച്ചു വെച്ചത് 13 കൊല്ലക്കാലം. അപ്പൊ അവരോട് നിങ്ങൾ തിരിച്ചടിക്കരുത് തന്നെ അടിക്കൂല, കൊല്ലരുത് തന്നെ കൊല്ലൂല, അറബിന്റെ അടുത്തും പാടില്ല എന്നാ ചെയ്യൂല. അങ്ങനെയുള്ളൊരു സമൂഹത്തോട് അവര് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് അബദ്ധം വരാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, നിയമം കൊടുക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഹറമിൽ വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് വരെ, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നാൽ നിങ്ങൾ അവരെ വധിച്ചോളൂ. കദാലിക ജസാഉൽ കാഫിരീൻ. അതാണ് നിഷേധികൾക്കുള്ള പ്രതിഫലം. ഇനി അവർ വിരമിക്കുകയാണ്. അപ്പോൾ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി, പിന്നെ അവർ ഒഴിവായി. എന്നാ പിന്നെ ഒരുങ്ങിയിലടാന്ന് ചോദിച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട, വിട്ടെ. തീർച്ചയായും അല്ലാഹു ഗഫൂർ റഹീം, ഏറെ പൊറുക്കുന്നവനാണ്, പരമദയാലുവാൻ. വഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഹത്താ ലാ തകൂന ഫിത്ന. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ കാലത്തും പുതിയ കാലത്തും ഒക്കെ തന്നെ വംശീയതക്ക് വേണ്ടി, പക്ഷപാതിത്വങ്ങൾക്ക് വേണ്ടിയാണ് ആളെ കൊല്ലുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ല? ഒരു സമൂഹത്തെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുകയും ആ ശത്രുവിനെ ഉന്മൂലനം ചെയ്യുക എന്ന നിലക്കാണ്. ഇപ്പൊ ഇവിടെ വിചാരധാരയിൽ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും. അപ്പൊ നിങ്ങൾ ഇനി ഓരോട് എന്ത് സന്ധി ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് നമ്മുടെ ഒരു കർമ്മത്തിന്റെ പേരിലല്ല, നമ്മളവർ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പോൾ അവര് നമ്മളല്ലാതാകുക എന്നതല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതാവുക എന്നതല്ലാത്തൊരു പരിഹാരം അവരുടെ മുമ്പിലില്ല. ഒരു രാജ്യത്തെ നമ്മൾ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ചാൽ അവരെന്ത് ചെയ്താലും നമ്മൾ അതിനെ എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല, അതിനെ തള്ളിപ്പറയാണ് ചെയ്യുക. എന്നാൽ മുസ്ലിങ്ങളുടെ സ്വഭാവം അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഏതുവരെ? ഹത്താ ലാ തകൂന ഫിത്ന. ഫിത്നയിൽ നിന്ന് അവരൊഴിവാകണം. ഫിത്നയിൽ നിന്ന് ഒഴിവായ പിന്നെ യുദ്ധമല്ല. മനസ്സിലായോ? ഓലേതാ ഗോത്രം, ഓല എവിടെയുള്ള ടീമാണ്, ആ ഒരു വിശ്വാസം എന്താണ്, ഓല മതം ഏതാണ്, ഇതൊന്നും വെച്ചിട്ട് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്ന അവർ ഫിത്ന ഉണ്ടാക്കുമ്പോൾ മാത്രം. ഫിത്നയിൽ നിന്ന് അവർ ഒഴിവാകുന്ന ആ നിമിഷം എന്തായി കഴിഞ്ഞു? യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവായിക്കോളും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതായാലും തുടങ്ങിയില്ലേ, ഇനി അങ്ങോട്ട് തമർത്തിക്കളാന്നല്ല, വിശ്വാസികളല്ലാത്തത് കൊണ്ടുമല്ല. അടുത്ത അതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ അത് പറയാം. കുഴപ്പമില്ലാതാകും വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. അപ്പൊ കുഴപ്പമില്ലാതായാലോ, അവർ ഫിത്നയിൽ നിന്ന് മാറി നിന്നാലോ, അപ്പൊ സ്റ്റോപ്പ്, പിന്നെ യുദ്ധമല്ല. ഇനി വയകൂന ദീനു ലില്ലാഹ്, ദീൻ അല്ലാഹുവിന് ആയിത്തീരുന്നത് വരെ. ഇത് തെറ്റിദ്ധരിപ്പിക്കണവർ ഏതായാലും തെറ്റിദ്ധരിപ്പിക്കുന്നു. തെറ്റിദ്ധരിക്കാൻ തീരുമാനിച്ചിട്ട് നമ്മളോട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ദീൻ അള്ളാഹുവിനായിത്തീരുന്നത് വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ എന്നാണ് പലരും ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് വ്യാഖ്യാനമാണ്. യഥാർത്ഥത്തിൽ ദീൻ എന്നാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്ന് നമ്മൾ ആദ്യം തന്നെ അർത്ഥം കൊടുത്തടുത്ത് നിന്നാണ് ദീൻ അള്ളാഹുവിനായിത്തീരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം സ്വീകരിക്കണ വരെ എന്നാണ് അതിനർത്ഥം എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ ദീൻ എന്ന് പറഞ്ഞാൽ മതമാണെന്ന് അർത്ഥം പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാലുള്ള കുഴപ്പപ്പെടുത്തുമ്പോൾ തിരിയും. ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്നല്ല, അല്ലെങ്കിൽ മതം എന്ന് മാത്രമല്ല.
ദീൻ എന്ന് പറഞ്ഞാൽ ആരാധന അനുഷ്ഠാനങ്ങളൊക്കെ പറയണം, മതത്തിനും ദീൻ തന്നെയാണ് പറയാ. പക്ഷെ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവ്യവസ്ഥ, അനുസരണം, വിധേയത്വം, അടിമത്വം, ഇതൊക്കെ ദീനിന്റെ അർത്ഥമാണ്. സൂറ യൂസുഫിൽ അള്ളാഹു ദീനുൽ മലിക് എന്ന് പറയുന്നുണ്ട്, രാജാവിന്റെ നിയമം എന്നതിന്റെ അർത്ഥം. സൂറത്ത് നൂറിൽ അള്ളാഹു പറയുന്നുണ്ട് വലാ റഅഫത്തും ഫീ ദീനില്ലാ, അള്ളാഹിന്റെ നിയമം നടപ്പിലാക്കുന്നിടത്ത് നിങ്ങൾ ഇളവ് കാണിക്കരുത് എന്ന് പറയുന്നു. ദയവ്, അതായത് ഓരോട് ഒരു പാപം തോന്നരുത് എന്ന്. വ്യഭിചാരിയെ ശിക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. 100 അടി അവരടിക്കുക, ആ അടി അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോട് എന്ത് തോന്നരുത്, ഇങ്ങനെ ഉണ്ടല്ലോ, 100 അടി അടിക്കണമെങ്കിൽ ഒരു 100 വടിയുള്ള കൊലച്ചിലെടുത്ത് ഒറ്റ അടി അടിച്ചിട്ട് ആ 100 എണ്ണായി എന്ന് കണക്ക്, അങ്ങനെ ഒന്നും കളിക്കരുത്. അവിടെ നിങ്ങൾ അവരെന്ത് ചെയ്തോളണം, റഅഫത്തില്ലാത്ത വിധം വേണം അവരെ കൈകാര്യം ചെയ്യാൻ. അപ്പോ ദീൻ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നിയമവ്യവസ്ഥ എന്നതാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്ന ജീവിത വ്യവസ്ഥ ഇസ്ലാം ആകുന്നു, ഇതാണ്. അപ്പൊ ദീൻ എന്നതിനെ മതം എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താവും? അതാണ്. അപ്പൊ അത് നമ്മളും തെറ്റിദ്ധരിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കണവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ദീൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ എന്താണ് അർത്ഥം നിങ്ങൾ നോക്കൂ. വയകൂന ദീനുലില്ല, ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരാളോ ഒരു സമൂഹമോ കുഴപ്പം സൃഷ്ടിക്കുന്നു, ഫിത്ന ഉണ്ടാക്കുന്നു. അങ്ങനെ ഫിത്ന ഉണ്ടാക്കുന്നവരോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഏതുവരെ? അവർ ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നത് വരെ. ഈ വ്യവസ്ഥ അംഗീകരിച്ചാൽ അവർക്ക് അവരുടെ മതമായിട്ട് മുന്നോട്ട് പോകാം, കുഴപ്പമില്ല. മനസ്സിലായോ? അത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബദർ ആണല്ലോ നമ്മളൊരു യുദ്ധം, പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു യുദ്ധം ബദറാണ്. ആ ബദറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് നിന്ന് പോകുമ്പോൾ മദീനയിൽ തന്നെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മജൂസികളുണ്ട്, ബഹുദൈവാരാധകരുണ്ട്, മതപരമായ പലരും ഉണ്ട്. ഈ ആയത്തും വെച്ചിട്ട് അവരെല്ലാവരും മതം മാറുന്നവരെ അവരുടെ യുദ്ധം അങ്ങനെ ഉണ്ടോ? ഇല്ല. മതം മാറ്റാൻ വേണ്ടി ഒരിടത്തും ഇസ്ലാം യുദ്ധം ചെയ്തിട്ടില്ല. അത് ഇസ്ലാമിന് തന്നെ എതിരാണ്. എന്തുകൊണ്ടാണ്? ഇസ്ലാം എന്നെ പഠിപ്പിക്കുന്നത് നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങളെ കൽബിൽ എന്ത് വേണോ? ഇസ്ലാം വേണമെന്നാണ്. ഒരാളെ യുദ്ധം ചെയ്തിട്ടും വാളെടുത്തിട്ടും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ ഇസ്ലാമിന്റെ ഭാഷയിൽ തന്നെ മുനാഫിക്കേ ആവുള്ളൂ. ആലോചിച്ച്, ഒരാളെ നമ്മൾ നിർബന്ധിച്ചിട്ട് ചെല്ലടാ കരിമാന്ന് പറഞ്ഞ് ആ പോനങ്ങ് കരിമയല്ലേ, എന്തിന് നമ്മളോനെ കൊല്ലുമെന്ന് പേടിച്ചിട്ട് നമ്മൾ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഓൻ എന്തേ ആവുള്ളൂ? മുനാഫിക്കേ ആവുള്ളൂ. കാരണം പുറത്ത് ഇസ്ലാം പറയുകയും അകത്ത് ഇസ്ലാം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന്റെ പേര് മുസ്ലിം എന്നല്ല, മുനാഫിക്ക് എന്നാണ്. അപ്പോൾ ആയുധം എടുത്തുകൊണ്ട് ഒരാൾ ആക്രമിച്ചുകൊണ്ട് എന്താണ് യുദ്ധം ചെയ്തുകൊണ്ട് മതം മാറ്റുക എന്ന് പറഞ്ഞിട്ട് സംഗതി എന്തുണ്ടാവില്ല, ഇസ്ലാമിൽ ഉണ്ടാവുക. കാരണം അങ്ങനെ ഒരാൾക്ക് മതം മാറ്റാൻ കഴിയില്ല. ഒരാളുടെ മതം അല്ലെങ്കിൽ ഒരാളുടെ ദീൻ അല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടാവേണ്ടത് എവിടെയാണ്? ഖൽബിലാണ്. ഇങ്ങനൊന്നും അല്ലാതെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിൻ്റെതായ എല്ലാ ആരാധനയും നിർവഹിക്കുമ്പോൾ ആ നിർവഹിക്കണവനോട് പോലും ഇസ്ലാം പറയണത് എന്താണ്? നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചും വെറുതെ പറയണ്ട, ഫലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങൾ ഹൃദയത്തിൽ ഈമാനില്ല. എന്താണ്? അപ്പൊ ഒരാൾ സ്വയമേവ വന്നിട്ട് ഞാൻ മുസ്ലിമായി അല്ലെ മുഅ്മിനായി എന്ന് പറയുമ്പോൾ ഓനോട് പോലും ഇസ്ലാം പറയണത് എന്താണ്? നിങ്ങളെ കൽബിൽ അതില്ല, അതുകൊണ്ട് വെറുതെ പറയാൻ നിൽക്കണ്ട, നിങ്ങളതല്ല എന്നാണ്. അപ്പൊ കൽബ് കൊണ്ടാണ് ഒരാൾക്ക് ദീൻ സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും ഒക്കെ കഴിയുക എന്നിരിക്കെ കൽബിനെ വാളുകൊണ്ട് തിരുത്താൻ പറ്റൂല എന്നിരിക്കെ വാൾ പ്രയോഗം ഇസ്ലാമികമല്ല. പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നടക്കുന്ന ആ നിയമവ്യവസ്ഥയുണ്ടല്ലോ, ആ നിയമവ്യവസ്ഥ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയാണ്. നേരത്തെ യൂസുഫ് നബി പറഞ്ഞിരുന്നത് എന്താണ്? ദീനുൽ മലിക് എന്ന് പറഞ്ഞത് ആ രാജാവിന്റെ നിയമവ്യവസ്ഥയാണ്. ഇവിടെ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയാണ്. ആ വ്യവസ്ഥക്ക് ഇവർ കീഴൊതുങ്ങുന്നത് വരെ എന്താവണം? അവരോട് യുദ്ധം ചെയ്യാം. അവർ വിരമിച്ചാൽ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, പിന്നെ അവരോട് ശത്രുതല്ല. ഓരേ മാറി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയും ഓരോ ശരിയാക്കണം, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ വംശീയമായിട്ടല്ല നിങ്ങളുടെ ഈ ഇടപാടുകളൊന്നും തന്നെ.
യുദ്ധത്തിന് വന്നു ഒരാൾ, വന്നിടത്തു നിന്നാണ് ഒരാൾ മാറുന്നതെങ്കിലും അയാൾ നേരെ സ്വീകരിച്ചു വിടരുത്. അതേ സമയത്ത് ഇസ്രായേലിയർക്ക് അത് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വംശീയതയാണ് അവരുടെ ഒരു മുഖ്യമായ സംഗതി, ബ്ലഡാണ്. അപ്പോൾ അവർക്ക് ആ വംശത്തല്ലാത്തതിന് ഉന്മൂലനം ചെയ്യണം. ഇങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. നിങ്ങൾ ജൂതനോ ക്രൈസ്തവനോ നിങ്ങൾ ആരോ ആവട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനാക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും ജീവിക്കാനൊക്കെ അവകാശമുണ്ട്. ഇസ്ലാമിക ഭരണകൂടത്തിലും അവകാശമുണ്ട്. അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ വ്യക്തി നിയമങ്ങൾ പോലും നിങ്ങൾക്ക് അനുവദിച്ചു വന്നിരിക്കുന്നു. പേഴ്സണൽ ലോസ് ഒക്കെ ഓക്കെയാണ്. എന്നാൽ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി ചില നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഫിത്ന ഉണ്ടാക്കാൻ പാടില്ല. ശത്രു രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടോ ഈ സമൂഹത്തിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഫിത്ന ഉണ്ടാക്കാൻ പാടില്ല. ആ ഫിത്നയിൽ നിന്ന് അവർ വിരമിക്കുന്നവരെ അവരോട് യുദ്ധം ചെയ്യേണ്ടി വരും. ഇനി നോക്കൂ നിങ്ങൾ, അശ്ശഹറുൽ ഹറാമു ബിശ്ശഹരിൽ ഹറാം വൽ ഹുറുമാതു ഖിസാസ്. അപ്പോൾ പിന്നെ പവിത്ര മാസങ്ങളുണ്ടല്ലോ, ഏതൊക്കെയാണ്? ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. അത് വിശ്വസിക്കുന്ന ഒരു സമൂഹം ആണ് വിശ്വാസികൾ. ഈ അവസരം മുതലെടുത്തിട്ട് ആര് വരുന്നു? അവർ വരുന്നു, ഇപ്പം ഇവരെ കൊണ്ട് യുദ്ധം ചെയ്യാം. അപ്പോൾ മുസ്ലിങ്ങൾ വിചാരിക്കുകയാണ്, അല്ലോ മുഹറം മാസമാണ്, ഇപ്പോൾ യുദ്ധമല്ല, ഇപ്പോൾ ഒരു കൊന്നോട്ടെ, സഫറായിട്ട് വേണം യുദ്ധം ചെയ്യാൻ. ഇങ്ങനെ വെക്കാൻ പറ്റൂല, അങ്ങനെ വെക്കാൻ പറ്റൂല. പവിത്ര മാസത്തിലാണ് നിങ്ങൾ ആക്രമിക്കപ്പെടുന്നതെങ്കിൽ പവിത്ര മാസത്തിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചടിക്കാം. ഹറമിൽ വെച്ചാണ് നിങ്ങൾ ആക്രമിക്കപ്പെടുന്നതെങ്കിൽ അവിടെ വെച്ച് തന്നെ തിരിച്ചടിക്കാം. മനസ്സിലായോ? ഇതൊക്കെ ഇപ്പോൾ യുദ്ധം പറ്റ എന്നിട്ട് നോക്കാമെന്ന് വിചാരിക്കാനുള്ളത് മാത്രമല്ല. ഇത് യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിനോട് സാദൃശ്യപ്പെടും. ഇപ്പം നമ്മളെ രാജ്യത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ക്രമമാണ്. ഇവിടെ ബാലറ്റാണ് അല്ലേ? നമ്മുടെ സംഗതികൾ ബാലറ്റിലൂടെയാണ്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോയി. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പിന്നെ താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ മുഅ്മിനാവൂല എന്നാണല്ലോ. അപ്പം നമ്മളിങ്ങനെ വരിക്കുകയാണ്, വളരെ നല്ല മാന്യന്മാരായി ഉഷാറായിട്ട് നിൽക്കുക. അപ്പോൾ വേറെ ചില ആൾക്കാർ ഇടിച്ചു കയറിയിട്ട് വരുന്നുണ്ട്. അവർ വന്നിട്ട് നമ്മളെ വോട്ടും കൂടി ചെയ്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ വളരെ വിനയാന്യതരായി സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ നിന്നാൽ നമ്മളവിടെ നിൽക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ നന്മയെയും നിങ്ങളുടെ സഹൃദയത്വത്തെയും നിങ്ങളുടെ ഉള്ളിലുള്ള പുണ്യങ്ങളെയും ഒരാൾ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടെ നിങ്ങൾ എന്താവാൻ പാടില്ല? നിങ്ങൾ സാധുക്കളായി പോയരുത് എന്നാണ്. അങ്ങനെ സാധുക്കളായി പോയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ നന്മയുള്ളവരാണ്, നിങ്ങൾ ആളുകളോട് ദേഷ്യപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ്, നിങ്ങളൊരാളോട് ഒച്ചയിട്ട് സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തവരാണ് അല്ലേ? ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, വഇബാദു റഹ്മാൻ ലദീ യംശൂന അലൽ അർളി ഹൗന. ഭൂമിയിൽ നിങ്ങൾ നടക്കുക എങ്ങനെയാണ്? വളരെ വിനയത്തോടു കൂടിയിട്ടാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ വിനയവും നിങ്ങളുടെ നന്മയും നിങ്ങളുടെ നല്ല സ്വഭാവത്തെയും ദുരുപയോഗപ്പെടുത്തി നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളുടെ ജീവിക്കാനുള്ള അവകാശവും നിങ്ങളുടെ സ്വാതന്ത്ര്യവും ഒക്കെ തകർക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആ വിനയം കാണിച്ചാൽ എന്താ സംഭവിക്കുക? മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതാണ്. അപ്പോൾ അത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു പാഠമാണ്. നമ്മളുടെ നന്മയെ, നമ്മുടെ വിട്ടുവീഴ്ചയെ, നമ്മുടെ വിനയത്തെ മറ്റൊരാൾ ദുരുപയോഗപ്പെടുത്തുന്നത് സാധുവായി നോക്കി നിൽക്കരുത്. നമ്മൾ അക്രമമൊന്നും കാണിക്കണ്ട, അക്രമം കാണിക്കരുത് കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ അവരോട് ശത്രുത പുലർത്തണ്ട, അതും വേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ നിന്നും ചൂഷണം ചെയ്യപ്പെടരുത്. ഇസ്ലാമിലൊരു നിയമമാണ്, ഉപദ്രവിക്കാനും പാടില്ല, ഉപദ്രവിക്കപ്പെടാനും പാടില്ല എന്ന്. ഉപദ്രവിക്കാനും പാടില്ല, ഉപദ്രവിക്കപ്പെടാനും പാടില്ല എന്നാണ്. ഉപദ്രവിക്കാൻ നമ്മൾ ആരും ഉപദ്രവിക്കരുത്, നമ്മൾ ഉപദ്രവിക്കപ്പെടുകയും ചെയ്യും. നമ്മൾ ആരെയും പറ്റിക്കരുത്, നമ്മൾ പറ്റിക്കപ്പെടുകയും ചെയ്യരുത്. പലപ്പോഴും നമ്മൾ പറയും, ഓനൊരു സാധുവാണ്, ഓനൊന്നും നോക്കിയില്ല, ഓൻ അങ്ങ് കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഓൻ നല്ലവനാണെന്നുള്ളത്, ഓൻ ആരെയും പറ്റിക്കുന്നില്ലല്ലോ, ഇല്ല, എന്നാൽ ഓൻ പറ്റിക്കപ്പെടുകയും ചെയ്യരുത്.
അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും നമ്മൾ ആരെയും വഞ്ചിക്കരുത്, നമ്മൾ വഞ്ചിക്കപ്പെടരുത്. നമ്മൾ ആരെയും ഉപദ്രവിക്കരുത്, നമ്മൾ ഉപദ്രവിക്കപ്പെടരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെ അവർ പവിത്ര മാസത്തിലാണ് നിങ്ങളോട് ഏറ്റുമുട്ടാൻ വരുന്നതെങ്കിൽ ആ പവിത്ര മാസത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക? അവരോട് യുദ്ധം ചെയ്യുക. فَمَنِ اعْتَدَى عَلَيْكُمْ فَاعْتَدُوا عَلَيْهِ بِمِثْلِ مَا اعْتَدَى عَلَيْكُمْ. ആരെങ്കിലും നിങ്ങളോട് അക്രമം കാണിക്കാൻ വന്നാൽ അതേ രീതിയിൽ നിങ്ങൾ തിരിച്ചും അവരെ ആക്രമിക്കുക. അതിന് പകരം തുല്യമായ നിലയിൽ ആക്രമിക്കുക. അതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വത്തഖുല്ലാ, തഖ്വ വിടരുത്. അള്ളാഹുവിനോട് തഖ്വ ഉള്ളവരാവുക. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിശ്ചയമായിട്ടും തഖ്വ പുലർത്തുന്നവരെയാണ് അള്ളാഹു അവരുടെ കൂടെയാണ് എന്നർത്ഥം. യുദ്ധം ചെയ്യുന്നത് പോലും തഖ്വയോട് കൂടിയിട്ടാവുക. സുബ്ഹാനല്ലാഹ്, എന്താ പറയുന്നത്? അല്ലാത്തൊരു സംഗതിയല്ലേ അത്. നമ്മളുടെ നിയ്യത്തിൽ പോലും എന്ത് വരരുത്? വേറൊരു സംഗതി വരരുത്. ഇപ്പൊ കുട്ടികളെ തല്ലുമ്പോൾ നമ്മൾ ദേഷ്യം തീർക്കാനല്ല തല്ലേണ്ടത്. അപ്പൊ നമ്മൾ തഖ്വയില്ലാത്തവരായി പോകും. കുട്ടികൾ നന്നാവാനാണ് തല്ലണമെങ്കിൽ ഓൻ്റെ കൂട്ടുകാരെ മുമ്പൊന്നും തല്ലരുത്, അപ്പോൾ നന്നാവൂല. ഓൻ്റെ കൂട്ടുകാരെ മുമ്പൊന്നും ഓനെ ചീത്ത പറയരുത്, ഓനൊരിക്കലും നന്നാവൂല. ഓൻ നിങ്ങളെ ശത്രുവായി മാറും, അല്ലേ? അപ്പം തഖ്വ വേണം. എന്താണ് തഖ്വ? എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ ഏത് സമയത്തും സൂക്ഷിക്കേണ്ട, പാലിക്കേണ്ട ഒരു സംഗതിയാണ് തഖ്വ. നിയ്യത്ത് മാറിപ്പോയരുത്. ചില ആൾക്കാർ മാപ്പിളയോട് ദേഷ്യം പിടിച്ചാൽ മക്കളെ പിടിച്ച് തല്ലും. നമുക്കുണ്ട് മാപ്പിളാരോടുള്ള അങ്ങനെ. ഇപ്പം വല്ലാണ്ടൊന്നും അങ്ങനെ ചെയ്യൂല, കാരണം ചെയ്താൽ കുട്ടികൾ തന്നെ അതിനുള്ള പരിഹാരം കാണും. ഇന്നലെ തന്നെ ഒരാൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ ഇപ്പോൾ കട്ട് ചെയ്താണ്. ഒരാൾ വിളിച്ചു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസാണ്. അയാളുടെ +2 പഠിക്കുന്നൊരു മോള് മൊബൈൽ ഇങ്ങനെ എപ്പോഴും നോക്കി കളിക്കുക. അങ്ങനെ അത് ഒരുപാട് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പോർട്ടറാണ്, കോഴിക്കോട് കയറ്റിറക്ക തൊഴിൽ ചെയ്യുന്ന ആളാണ്. അയാൾ വന്ന് കയറുമ്പം തന്നെ ഇവള് ഇതിൻ്റെ മുമ്പിലാണ്, നേരെ അടുക്കളയിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് മൊബൈൽ വാങ്ങിക്കൊണ്ടിടുകയും ചെയ്തിട്ട് ഒരൊറ്റ അടി കൊണ്ട് കൊടുത്തു. എവിടെ അടിച്ചെന്ന് വെച്ചാൽ ഇവിടെയാണ് അടിച്ചത്. പെൺകുട്ടിയാണ്, ഇവിടെയാണ് അടിച്ചത്. അതിന് ശേഷം 4 ചീത്തൊക്കെ പറഞ്ഞ് മൊബൈൽ ഞാൻ എറിഞ്ഞ് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞ് മൂപ്പര് നേരെ പോയിട്ട് ഡ്രസ്സ് മാറി കുളിച്ച് വരുമ്പോണ്ട് ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റേഷൻ SI ആണ് വിളിക്കുന്നത്. നിങ്ങളെ മോളെ പരാതി ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അവളെ പീഡിപ്പിക്കുകയാണെന്ന് പറയുന്നു. എന്താണ് പിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഞങ്ങൾ അങ്ങോട്ട് വരാം, സാർ ദയവായി ഇങ്ങോട്ട് വരരുത്, ജീപ്പ് എടുത്ത് വരരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളും ഭാര്യയും കൂടി സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ SI ആകെ ചൂടായി നിൽക്കുകയാണ്. അപ്പോൾ SIനോട് ഇയാൾ നടന്ന സംഭവം ഇങ്ങനെയാണ് സംഭവം, നിങ്ങൾ ഇന്ന് എന്തുവാണ് ചെയ്തോളി, എൻ്റെ മോളെ പരാതി തന്നിട്ടല്ലേ, ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഓൽക്കത് മനസ്സിലായി. അപ്പോൾ ഓല് ഉടനെ അപ്പോൾ വനിതാ പോലീസിനെ ഓള് പറഞ്ഞ് ഞാൻ ഒന്ന് ശ്രമിച്ചോക്കട്ടെ സാർ, ആയിക്കോട്ടെ. അങ്ങനെ ഓള് വിളിച്ചു ഈ പെണ്ണിനെ. മോളെ പരാതിയിൽ വാപ്പനും പിന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ കോടതിയിൽ കൊണ്ടുപോകാൻ റിമാൻഡ് ചെയ്യും, 14 ദിവസം ജാമ്യം കിട്ടൂല, അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റൂല, ആ കോലത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓള് പറഞ്ഞു അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ജയിലിലിടൊന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി എന്നതാണ്. അങ്ങനെ പറ്റൂല, ഇത് പോക്സോ കേസാണ്, പീഡനം പരാതി, കുട്ടീനെ പീഡിപ്പിച്ചു എന്നുള്ള ആൾക്കാണ് ഇവിടെ നമ്മൾ എഴുതിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ അന്നേരത്തെ ഒരു ദേഷ്യത്തിന് വിളിച്ചു പറഞ്ഞാണ്, വാപ്പനെ അങ്ങനെ ചെയ്യരുത്. ദേഷ്യത്തിന് വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഓളോടും പറഞ്ഞെടുത്തിട്ട് ഇയാളെ വിട്ടു. അങ്ങനെ ഇനിയിപ്പോൾ അയാൾ എന്നെ വിളിക്കുന്നത് ഞാൻ എന്താക്കുവോളേതാണ്, എനിക്ക് ഓളൊന്നും ചെയ്യാൻ കഴിയണില്ല, ചീത്ത പറയാൻ കഴിയണില്ല, എനിക്ക് പിന്നെ തല്ലാൻ ഏതായാലും ഇനി കഴിയൂല, പക്ഷെ ഞാൻ എന്ത് ചെയ്യുവോളെ, ഓളാണെങ്കിലോ ഇങ്ങനെ ഉള്ള സംഗതിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടോയെന്ന് വെച്ചിട്ടാണ് ഇന്നലെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ഇന്ന് കാണാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയാണ് നമ്മുടെ ഒരു ലോകമുള്ള. അപ്പോൾ കുട്ടികളെ ഞാൻ സന്ദർഭത്തിൽ പറഞ്ഞു പോയതാണ്. അതായത് കുട്ടികളെ നമ്മൾ തല്ലുമ്പോൾ നെയ്യത്ത് നന്നാവണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുട്ടികളെ നെയ്യത്ത് നന്നായിട്ടില്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ? ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കൂ, പിറ്റേന്ന് പത്രത്തിൽ കണ്ടാൽ നമ്മൾ എന്താ പറയാ, മോളെ പീഡിപ്പിച്ച മനുഷ്യൻ, എന്താ ഇയാള് എന്താ ചെയ്തത്, പീഡനം എന്നാണല്ലോ പറയാ.
സ്വന്തം മോളെ പീഡിപ്പിച്ച ഒരാളെ കണ്ടല്ലേ, ഫോട്ടോ സഹിതം പത്രത്തിൽ ഓനെ കണ്ടാൽ തന്നെ അറിയാം ഓൻ അങ്ങനെയൊക്കെ ചെയ്യുന്നും പറയും. യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? ഒരടി. ഇങ്ങനെയാണ് പല ബോക്സോ കേസും. അപ്പം എന്തായാലും തഖ്വ യുദ്ധത്തിലും വേണം, നിസ്കാരത്തിൽ വേണം, ദിക്റിൽ വേണം, യുദ്ധത്തിലും തഖ്വ വേണം. ഇനി ഒരു കാര്യം കൂടിയുള്ളൂ ഇല്ലേ നമ്മൾ ഓതി വെച്ചതിൽ പറയാനുള്ളൂ. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്. എന്താണ്? നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. യുദ്ധം വേണം, പ്രതിരോധം വേണം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഉണ്ടാവൂല. പൈസ വേണം, വേണ്ടേ? പൈസ വേണം. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. നിങ്ങൾ നിങ്ങളുടെ കൈകളെ തന്നെ നാശത്തിലിടരുത്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അതായത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശത്രു സൈന്യം വരുന്നു, അവരെ പ്രതിരോധിക്കാൻ കാശ് വേണം. ആ കാശ് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പ്രതിരോധ പ്രവർത്തനം പരാജയപ്പെടും. അത് പരാജയപ്പെട്ടാൽ നിങ്ങൾ ലോകത്തുനിന്ന് ഉന്മൂലനം ചെയ്യപ്പെടും, നശിച്ചു പോകും. രണ്ട് നിലക്കുള്ള നാശമാണ്. ഒന്ന്, ഈ ലോകത്തന്നെയും നശിച്ചു പോകും. രണ്ടാമത്തത്, നിങ്ങൾക്ക് അള്ളാഹു ഒരു അവസരം തന്നിട്ട് ചെയ്യാത്തതിൻ്റെ ശിക്ഷ പരലോകത്ത് ഉണ്ടാവുന്നു, നിങ്ങൾ നശിച്ചത്. അപ്പോൾ ഈ സമൂഹത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനുള്ള പൈസ വേണം. ആ പൈസ നിങ്ങൾ കയ്യിലുണ്ട്, നിങ്ങൾ കൊടുക്കണം. ആ പൈസ കൊടുക്കാതെ ഇത് തീർന്നു പോവോ അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മാറ്റി വെച്ചാൽ സംഭവിക്കുക, ഈ പ്രതിരോധ പ്രവർത്തനം സാധ്യമാകാതെ വരും. അങ്ങനെ സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടും. ഇതിപ്പോൾ യുദ്ധത്തിലേക്കൊന്നും പോകണ്ട. ഇവിടുത്തെ പൗരത്വ പ്രശ്നം വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വഖഫിൻ്റെ പ്രശ്നം വന്നു വിചാരിക്കും. അത് സംരക്ഷിക്കണം. അത് സംരക്ഷിക്കണമെങ്കിൽ, അതിൻ്റെ നിയമപ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾക്ക് പൈസ വേണം. അപ്പോൾ നിങ്ങളോട് പൈസ തരാൻ പറയുമ്പോൾ അത് നിങ്ങൾ പിടിച്ചു വെച്ച് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ആ സംഗതിയൊക്കെ അവിടെ നടപ്പിലാവും. അപ്പോൾ അതിൻ്റെ നാശം ആരും അനുഭവിക്കേണ്ടി വരും? നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലിടരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളെ തന്നെ നാശത്തിൽ അകപ്പെടുത്തരുത്. അപ്പോൾ ആ സംഗതികൾക്ക് ആവശ്യമായതപ്പോൾ യുദ്ധവും ചെയ്യണം, പൈസയും കൊടുക്കണം. പ്രവർത്തിക്കുകയും വേണം, പൈസയും കൊടുക്കണം. പ്രവർത്തിക്കണതിന് വേറെ ആരോ പൈസ തരാന്നുള്ളതല്ല. അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. സിറ്റിംഗ് അലവൻസും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും പോലും നമുക്ക് വേണ്ടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. യോഗത്തിൽ ഈ ഓരോ യോഗത്തിനും സിറ്റിംഗ് അലവൻസ് ഉണ്ട്, ട്രാവലിംഗ് അലവൻസ് ഉണ്ട്, അതിൻ്റെ പത്തുണ്ട്, പല സാധനങ്ങളും. എന്നിട്ട് അവരിങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. ഇതല്ല, ഇത് ചെയ്യുകയും വേണം, പൈസയും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് നിലകൊള്ളും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലിടരുത്. വഅഹ്സിനൂ, നിങ്ങൾ ഇഹ്സാനോട് കൂടിയിട്ടാണ് ചെയ്യേണ്ടത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിശ്ചയമായും ഇഹ്സാനുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ഇപ്പം നമുക്കൊരാൾക്ക്, ഇപ്പം നമ്മളെ വീട്ടിൽ ഒരു യത്തീംഖാനൻ്റെ പിരിവിന് ഒരാൾ വന്ന് വിചാരിക്കുക. യത്തീംഖാന എന്നുള്ളിടത്ത് ഞാൻ വേറെ എന്തോ ആയിക്കോട്ടെ, ഒരു നല്ല കാര്യത്തിന്, ഒരു സംരംഭത്തിന് പിരിവിന് ഒരാൾ വന്നു. ഒരു 50 ഉറുപ്യ നിങ്ങളെടുത്തുണ്ട് കൊടുക്കാൻ. ഈ 50 ഉറുപ്യ നിങ്ങൾക്ക് പല കോലത്തിലും കൊടുക്കാം, അല്ലേ? പല കോലത്തിലും കൊടുക്കാം. 50 ഉറുപ്യ അങ്ങനെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഓരോന്നിനും ആൾ തന്നെ അങ്ങോട്ട് കയറി എന്നുള്ള മനുഷ്യന് സൗകര്യമില്ല, അങ്ങനെ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. അതേ സമയത്ത് 50 ഉറുപ്യ എത്തിക്കോളിട്ടോ, ഇപ്പം ഇത് വെച്ചോളൂ, ഇപ്പം അതുള്ളൂ, ഹൈറാവട്ടെ, നിങ്ങൾ ദ്വാരിക്കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടും കൊടുക്കാം. ഇതിൽ രണ്ടാമത് പറഞ്ഞതാണ് ഇഹ്സാനുള്ള കൊടുക്കൽ. മറ്റേതെന്താണ്? കൊടുക്കുകയും ചെയ്ത് 50 ഉറുപ്യക്ക് കിട്ടണമൊക്കെ അതിനോടും കിട്ടും, അല്ലേ? രണ്ടാമത് കൊടുക്കലോ, അതിനോണ്ടും 50 ഉറുപ്യ കിട്ടുന്നേ കിട്ടുള്ളൂ. പക്ഷേ അയാൾക്ക് 5000 കിട്ടിയതിനേക്കാളും സന്തോഷമായി. ഇഹ്സാനോട് കൂടിയിട്ടുള്ള കൊടുക്കലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. 500ൻ്റെ ഒരുപാട് നോട്ടുണ്ട് കെട്ടേ, എല്ലാ നോട്ടിനും ഒരേ മൂല്യമാണ്. പക്ഷെ എന്നാലും കൊടുക്കുമ്പോൾ കൂട്ടത്തെ ചുളിഞ്ഞെടുത്ത് കൊടുക്കുക. സംഗതി ചുളിഞ്ഞതിന് നേരമുള്ളതിനൊക്കെ ഒരേ സാധനം കിട്ടുക. പക്ഷെ എന്നാലും ഇത് കൊടുക്കുകയാണല്ലോ എന്നുള്ളവർക്ക് ചുളിഞ്ഞു കൊടുക്കുക. ചില ആൾക്കാർ കൊടുത്തിട്ട് മറ്റുള്ളവർ ഇടങ്ങേറാക്കും. അങ്ങനെയുണ്ട്. പോരൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു സാധു മിസ്കീനായ ഒരു താത്ത, അതിനൊരു ഗ്യാസ് സ്റ്റൗ വാങ്ങണം എന്ന് വിചാരിച്ചോളി. അപ്പോൾ നമ്മൾ അതിനെ വിളിച്ചിട്ട് ഒരു ഗ്യാസ് സ്റ്റൗ കൊടുത്ത്
ഏതാ കൊടുത്താൽ അറിയോ? പൊട്ടലും ചീറ്റലും, തോന്നുമ്പോൾ കോണാകുക, തോന്നുമ്പോൾ ഓഫാകുക ഒക്കെ ചെയ്ത പുരയിലൊന്നുണ്ട്. ആ എടുത്തിട്ട് ഓക്ക് കൊടുത്ത്. ഓക്കാണെങ്കിൽ അത് വാങ്ങാണ്ടിരിക്കാൻ പറ്റൂല. കാരണം വാങ്ങിയില്ലെങ്കിലോ ഓളൊരു ഗിബർ എന്ന് പറയുമല്ലോ. അതുകൊണ്ട് അത് വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളടുത്ത് നിന്ന് ഇനിയും സഹായം കിട്ടേണ്ട ആളാണ്. അപ്പം അത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഓള് എന്താണ്, ഈ തന്ന ആൾ എന്ത് വിചാരിക്കും? അപ്പോൾ അതുകൊണ്ട് ഓള് വാങ്ങിക്കുടുങ്ങും. നമ്മൾ ചെയ്തത് എന്താണ്? നമ്മളത് ഒഴിവാക്കി, സ്ഥലം മാറ്റി. എന്നിട്ട് നമ്മൾ നല്ല ഗ്ലാസ് ടോപ്പൊക്കെ ഉള്ള നല്ല സംഭവം എല്ലാം അതിനു വേണ്ടി നമ്മളിത് ഒഴിവാക്കിയതാണ്. ഉണ്ടക്കയിൽ ഉരുളൊട്ടി ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അലമാര വരുത്തുക. എന്തിനാ അറിയാം? പഴയതെല്ലാം എടുത്ത് ഒഴിവാക്കാൻ കിട്ടിയൊരു ചാൻസ്. ഓല് പറഞ്ഞു ഇവിടെയൊക്കെ കൊണ്ടുവരണ്ടാറ്. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ എല്ലാ പെരുന്നാളും വാങ്ങി അൽമാര നിറഞ്ഞ് അടുത്ത അൽമാര വാങ്ങി അതും നിറഞ്ഞ് ഇതാകെ കൊലുമലേക്ക് എടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടായി കിട്ടിയാൽ ഇത് കൊടുക്കാൻ വിചാരിച്ചിട്ട്. ഇത് ഇഹ്സാനുള്ള കൊടുക്കലല്ല. കൊടുക്കാൻ കൊടുത്തു എന്ന് തന്നെ അതിനൊക്കെ പറയാം. കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇഹ്സാനോട് കൂടി കൊടുക്കും. അപ്പം അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങളൊരു പൈസ കൊടുക്കുകയാണെങ്കിൽ അത് വൃത്തിയിലും വെടുപ്പിലും കൊടുക്കണം. 5000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കമ്മിറ്റിക്ക്. ചോദിച്ചു വന്ന ആളോട് പറയാണ്, നിങ്ങൾ നാളെ വരിട്ടോ, വെറുതെ അവിടെ ഉണ്ട് കൊടുത്തുവച്ചാൽ മതി, നാളെ വരട്ടെ. പിറ്റേന്ന് വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല. പുറക്കാരെ പറഞ്ഞ് ഏൽപ്പിച്ചാൽ വന്ന് കാണാൻ വൈകുന്നേരം വരാൻ പറയാം. അയാൾ പോയി വൈകുന്നേരം പിന്നെയും വരിക. ഇങ്ങനെ ഉണ്ടല്ലോ ഒരു കൊടുക്കൽ. അപ്പോൾ ഒരു 3 or 4 പ്രാവശ്യം ഇങ്ങനെ വന്ന്, അപ്പം ഞാനിങ്ങനെ അന്നേരമൊക്കെ ഇങ്ങനെ എന്നെ തെരഞ്ഞു വരാൻ ആളുണ്ട് എന്നുള്ളവർക്ക് ഇങ്ങനെ ഇരുന്ന് ഒന്നും വേണ്ട. ചോദിച്ചു, അന്നേരം കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എവിടെ ഉണ്ടാവുക, ഞാൻ അങ്ങോട്ട് കൊണ്ടുത്തരാം. അതിനാണ് ഇഹ്സാനുള്ള കൊടുക്കൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൊടുക്കാനാണ് അങ്ങോട്ട് പോകേണ്ടത്, നമ്മൾ വാങ്ങാനാണ് അങ്ങോട്ട് പോവുക. കൊടുക്കാൻ അങ്ങോട്ട് പോകുന്ന ആൾക്കാണ് ഇഹ്സാനുള്ള കൊടുക്കുന്ന ആളെന്ന് പറയാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കണം. ഇല്ലെങ്കിൽ അത് നിങ്ങളെ സ്വയം നശിപ്പിക്കും. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഇഹ്സാൻ എന്ന് പറയുന്നത് പെർഫെക്ഷൻ എന്നാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും. അപ്പം ഏറ്റവും നല്ലത് കൊടുക്കുക, ഏറ്റവും ഉത്തമമായത് നൽകുക. 2 ഒന്നാ കൊടുക്കണ്ടെങ്കിൽ നല്ലത് കൊടുത്തേക്കുക. നമ്മൾക്ക് കുറച്ച് വക്ക് പൊട്ടിയതും നൂല് വലിഞ്ഞതൊക്കെ നമ്മൾ എടുക്കുക, മറ്റേത് അങ്ങോട്ട് കൊടുക്കുക. ഇതാണ് ഇഹ്സാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്ന നിലയിൽ നിങ്ങൾ അമല് ചെയ്യുന്നതിനെയാണ് ഇഹ്സാൻ എന്ന് പറയാം. അപ്പം നമ്മളിപ്പോൾ പിന്നെ CCTV ഇവിടെ ഉണ്ടോ? ക്യാമറ ഉണ്ടെങ്കിലുള്ള നമ്മളൊരു ഇരുത്തവും ഇല്ലെങ്കിലുള്ള നമ്മളൊരു ഇരുത്തവും ഉണ്ട്. അപ്പോൾ ഉണ്ടെങ്കിലുള്ള ഇരുത്തം എന്താണ്? എന്നെ വേറെ ആൾ കാണുന്നുണ്ട്, അല്ലേ? ടെക്സ്റ്റൈൽസൊക്കെ പോയാൽ ചില ആൾക്കാർ ക്യാമറ ഉണ്ട് എന്ന് അറിയുമ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ വേറെ ആരോ ഒരാൾ TV നിന്ന് കാണുന്നുണ്ട് എന്ന്. ലിഫ്റ്റ് കയറിയാൽ പല ആൾക്കാരും ഉടനെ മുടി ചെയ്യാനും മൂക്കുത്തി എന്നാക്കാനും മഫ്തപ്പിന് റെഡിയാക്കാനൊക്കെ മെനക്കെടും. ഇതൊക്കെ അപ്പുറത്ത് സെക്യൂരിറ്റി റൂമിൽ ഇരുന്നിട്ട് ആൾ കാണുന്നുണ്ട്, കാരണം ഇവിടെ ക്യാമറ വെച്ചിട്ടാണ്. അപ്പോൾ ക്യാമറ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനൊന്നും നിൽക്കൂല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നേരെ സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ പണിക്കാരൻ എന്താവും? ഒന്ന് ഉഷാറാവും. ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്നും പണ്ട് കൈക്കോട്ടെത്താൻ വരുന്ന ആളെ കയ്യിലൊരു മടിയങ്കോലും ഉണ്ടായിരുന്നു, അല്ലേ? ഒരു കൊത്ത് 4 വരുതൽ പടന്ന നേരമൊക്കെയാണ്. അങ്ങനെയുള്ള കളി കളിക്കും. അതേ സമയത്ത് മൂപ്പരാട് ഉണ്ടെങ്കിൽ അധികം നിൽക്കും. അല്ലാഹു തആല എന്നെ എപ്പോഴും കാണുന്നുണ്ട്. എൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും സ്വകാര്യത്തിലും എല്ലാറ്റിലും റബ്ബ് എന്നെ കാണുന്നു. അപ്പോൾ ഒരു വലിയ CCTV ക്യാമറനേക്കാൾ അതിൻ്റെ ഒരു കണക്ഷൻ പോയാൽ വർക്ക് ചെയ്യില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരിക്കലും ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഒരിക്കലും കണക്ഷൻ കട്ടായി പോകാത്ത നിരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ നിരീക്ഷണം എന്ന ബോധത്തോടെ നിങ്ങൾ അമല് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഇഹ്സാൻ എന്ന് പറയുക. ഇതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ ഇവിടെ തൽക്കാലം അവസാനിക്കുകയാണ്. അടുത്ത ആയത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഹജ്ജിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ള ഈ ആയത്തുകളുടെ സാരാംശം വളരെ ചുരുക്കി സമഗ്രമായി പറഞ്ഞതാണ്. കിതാബുകളിൽ ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് പറഞ്ഞത്. കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദാംശങ്ങൾ ഇപ്പം നമുക്ക് ആവശ്യമില്ല. സമൂഹത്തിൽ നിന്ന് നമ്മൾ നേരിടുന്ന, നമ്മൾ മറുപടി പറയേണ്ട, നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഈ ആയത്തുകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.